ബ്രൂവറി സ്ഥാപിക്കുന്നതിന് ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകുന്ന ഫയൽ മാസങ്ങളോളം തീരുമാനമെടുക്കാതെ എക്സൈസ് മന്ത്രിയുടെ കൈവശമിരുന്നതായി ഈ ഫയൽ രേഖ. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നയുടനെ ഫയലിന് അംഗീകാരം നൽകി എക്സൈസ് മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രിയും ഫയലിൽ അംഗീകാരം കുറിച്ചു. സെക്രട്ടേറിയറ്റിലെ ഈ ഫയൽ രേഖകൾ മീഡിയ വണിന് ലഭിച്ചു. ആദ്യം മടക്കി, പിന്നെ മാസങ്ങളോളം തീരുമാനമെടുക്കാതെ കൈവശം വെച്ചു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഫയലിന് പൊടുന്നനെ ജീവൻ വെച്ചു. ഇതാണ് ബ്രൂവറി സ്ഥാപിക്കാനായി ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയ ഫയലിന്റെ വഴികൾ തെളിയിക്കുന്നത്. ഈ ഫയൽ രേഖകൾ പ്രകാരം എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയോടെ 2024 ഫെബ്രുവരി 2 ഫയൽ നികുതി എക്സൈസ് വകുപ്പിലെത്തി. 14 എക്സൈസ് മന്ത്രിക്ക് മുന്നിലേക്ക്. കൂടുതൽ വിശദാംശങ്ങൾ തേടി മന്ത്രി ഫയൽ മടക്കി. ജൂൺ 20 വീണ്ടും ജോയിന്റ് സെക്രട്ടറിക്ക് മുന്നിലേക്ക്. ജൂലൈ 3 അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിന് ലഭിച്ച ഫയൽ അന്ന് തന്നെ ശരവേഗത്തിൽ വീണ്ടും എക്സൈസ് മന്ത്രിക്ക് മുന്നിലെത്തി. പിന്നെ ഫയൽ മാസങ്ങളോളം അനങ്ങിയില്ല. മന്ത്രിയുടെ മേശപ്പുറത്ത് തുടർന്നു. ഒക്ടോബർ 18 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ 24 ഫയൽ MP രാജേഷ് അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറി. നവംബർ 11 മുഖ്യമന്ത്രിയും ഫയലിന് അംഗീകാരം നൽകി. KR സാജു, മീഡിയ 1, തിരുവനന്തപുരം.